ഞാൻ ഈ നമ്മുടെ ഏകീകൃത കുർബാനയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ നമ്മുടെ സിനഡ് തീരുമാനം നടപ്പാക്കുന്ന എല്ലാ സമരങ്ങൾക്കും എല്ലാവരോടൊപ്പം എന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ നമ്മുടെ ഈ അരമനയുടെ മുമ്പിലും എന്നും വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ സെൻറ് തോമസിൻ്റെ വേഷമണിഞ്ഞ് വരാൻ കാരണം ഞാൻ ഈ കായിക രംഗത്തെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ കൊണ്ട് എൻ്റെ പ്രതിഷേധ പരിപാടികൾ ഇങ്ങനെയാണെന്നൊരു ഇത് മോടിയാക്കാൻ കഴിയുള്ളൂ. ഞാൻ കഴിഞ്ഞ 2023 കായിക രംഗത്താണ് ഈ ഹരിയാന മീറ്റിലെ ഒരു മെഡൽ ഓണറാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ സിനഡ് തീരുമാനങ്ങൾ അല്ലെങ്കിൽ മാർപ്പാപ്പ അംഗീകരിച്ച് ഒപ്പിട്ട തീരുമാനങ്ങൾ നടപ്പാക്കണമെന്ന ഒറ്റ കാര്യം മാത്രമേ നമുക്കുള്ളൂ. ഇത് മെത്രാന്മാരും സിനഡും തീരുമാനിച്ച കാര്യങ്ങൾ നടന്നു പോകണമെന്നുള്ള കൃത്യമായ സത്യമായ ഒരു കാര്യങ്ങള് നന്മയുടെ ഭാഗത്തുള്ള ഒരു ഭാഗത്തും അപ്പുറത്ത് കുറെ പൈശാചിക ശക്തികളും നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയെ മാത്രം നാറ്റിക്കാൻ മറ്റ് 33 അതിരൂപതകളിലും യാതൊരു പ്രശ്നവുമില്ലാതെ ഏകസ്വരത്തിൽ നമ്മുടെ ഏകീകൃത കുർബാന നടന്നു പോകുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ പോകുമ്പോൾ ഇവിടെ വെറുതെ കല്ലുകടി ഉണ്ടാക്കുവാൻ പല കാര്യങ്ങൾ പറഞ്ഞ് പണ്ടൊക്കെ ആലഞ്ചേരി പിതാവിനെ ആക്ഷേപിച്ചുകൊണ്ട് വന്നപ്പോൾ ഇപ്പോൾ അതല്ല, വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് വാദി തന്നെ പ്രതിയാവുന്ന തരത്തിലേക്ക് പോയി. ഇപ്പോ നമ്മുടെ 1-2 പിതാക്കന്മാരടക്കം പലവരും വലിയ താമസമില്ലാതെ ജയിലിൽ പോകാൻ പോകുന്ന സാധ്യതയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ മുഖ്യ സാക്ഷിയായ നമ്മുടെ ഒരു ജോൺ സാർ, ഡിവൈൻ ഗ്ലോബൽ എന്ന ആ ചാനലിന്റെ വക്താവ് ജോൺ സാറിനെ ഇതിന്റെ മുമ്പിലിട്ട് ഈ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ആ ബസലിക്കയുടെ മുമ്പിൽ ഇട്ട് ഷൈജു ആന്റണിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, റിച്ചു വാഞ്ഞക്കാരൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ റോഡിനെ ഇപ്പുറന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ദൃക്സാക്ഷിയാ. ഈ ഷൈജു ആന്റണിയെ ചൂണ്ടിക്കാണിച്ച് കൊടുത്തതനുസരിച്ച് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന 3-4 പേര് അങ്ങേ വശത്ത് നിൽപ്പുണ്ടായിരുന്നു. ആ ജോൺ സാറിനെ ചെന്ന് മുട്ടുകാലിൽ ചെന്ന വഴി കുത്തുകയായിരുന്നുണ്ട്. അദ്ദേഹം പിന്നീട് പ്രൈവറ്റ് ആസ്പത്രിയിൽ പോകുന്ന വളരെ മാന്യമായ ഒരു മനുഷ്യൻ, യാതൊരു പ്രതികരണത്തിനും നിൽക്കാതെ അദ്ദേഹത്തോട് പറഞ്ഞത്, നീ ഞങ്ങൾക്കെതിരെ കള്ളസാക്ഷി പറയുമല്ലടാ, നീ സാക്ഷി പറയാൻ ഇനി വരില്ലോടെ, നിന്നെയൊക്കെ കൊന്നു, നിന്റെ വീട്ടിൽ വന്ന് നിന്നെ കൊന്നുകളെവിടാന്ന് അന്ന് ആ ഗുണ്ടകൾ പറഞ്ഞു. ആ ഗുണ്ടകളെയൊക്കെ ഞാൻ കണ്ടറിയും. ഞാൻ ആ കേസിൽ സാക്ഷിയാണ്. അത് അങ്ങേറ്റം വരെ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും. അത് അപ്പൊ അവരോട് ഞാനൊരു അല്പ ആരോഗ്യവാനാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് അത്യാവശ്യം 3-5 പേരെയൊക്കെ അടിക്കാൻ എനിക്കറിയാം. പക്ഷെ ഞാൻ അവിടെ അനങ്ങാതെ നിന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനങ്ങാതെ നിന്ന് അവിടെ ഒരു കലുഷിതം ഉണ്ടാക്കാൻ നമ്മളപ്പോൾ ആ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. കാരണം ഒന്ന്, ആ പാവം മനുഷ്യൻ, ഞങ്ങൾ ഈ ഒരു വിവിധ സമരങ്ങൾ നടത്തുകയും നമ്മുടെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പല മാർഗങ്ങളിലൂടെ പല ലക്ഷ്യങ്ങളും സമരം ചെയ്താൽ ഞങ്ങളെയൊക്കെ തല്ലാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ 2 കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകളാണ്. ഇതൊന്നും ബന്ധമില്ലാത്ത ആ പാവം മനുഷ്യനെ ഇടിച്ച് ചമ്മന്തിയാക്കി അങ്ങനെ 3 ദിവസം ആസ്പത്രിയിൽ കിടന്നു. എന്തൊരു വിരോധാഭാസ, എന്ത് ന്യായമുണ്ട്? എന്തെങ്കിലും ഒരു കാരണം അദ്ദേഹത്തോട് പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഇപ്പം നിന്ന ആളുകൾ പറഞ്ഞു, ഈ മണവാള അച്ഛൻ എന്തിനാ ഈ കുർബാന കുമ്പസാരിക്കാൻ എന്താ കാര്യം, കുമ്പസാരിപ്പിക്കാൻ എന്താ കാര്യം, അങ്ങനെ ഇതിന്ന് ഒഴിവാക്കിയതില്ലേ എന്ന് പറഞ്ഞു. ആ കാര്യമൊക്കെ ഇപ്പുറം നിന്ന ആളുകൾ പറഞ്ഞോളൂ. ഇദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ല. അപ്പോഴാണ് അവിടേക്ക് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തെ തല്ലി തവിടുപൊടിയാക്കിയത്. ഞാനൊക്കെ അതിന് ദൃക്സാക്ഷിയാണ്. ഇനി അങ്ങേറ്റം വരെ സാക്ഷി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരൊക്കെ എഴുതിയിരുന്നിട്ടുണ്ട്. അങ്ങേറ്റം വരെ നിൽക്കും. നമുക്ക് ഏറ്റവും ആത്യന്തികമായ കാര്യത്തിലേക്ക് നമ്മുടെ ഇത് വിജയിക്കുന്നവരെ അങ്ങേറ്റം വരെ ഞാനുണ്ടാകും. നമ്മൾ ഏതൊരു സമരമാർഗം രൂപീകരിച്ചാലും നമുക്ക് ലക്ഷ്യം നമ്മുടെ കുർബാന സിനഡ് തീരുമാനം ഏതായാലും ആ സിനഡ് തീരുമാനം അംഗീകരിച്ച് കുർബാന കണ്ടേ നമ്മൾ അവസാനിപ്പിക്കൂ.